ഇലക്ഷൻ റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എങ്ങോട്ടെങ്കിലും പോയാലോ എന്നൊരു തോന്നൽ. നേരെ അജ്മലിനെയും ആഷിറിനെയും മോനെയും കൂട്ടി വയനാട്ടിലേക്ക്. നെടുമ്പോയിൽ നിന്ന് എണ്ണയടിച്ച് ചുരം കയറി ഇറങ്ങി മാനന്തവാടിയിലേക്ക്. അവിടുന്ന് രാത്രിയത്തേക്കുള്ള പോർക്കും വാങ്ങി ജയരാമൻ്റെ ഏറുമാടത്തിലേക്ക്. അതാണ് ലക്ഷ്യം. ഇലക്ഷൻ റിസൾട്ട് മൊത്തത്തിൽ UDF അനുകൂലമാണെങ്കിലും ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണെന്ന് തോന്നുന്നു. വരുന്ന മൊഴി മുഴുവൻ വിജയാഘോഷങ്ങളാണ്. ജയരാമനും സുബ്രഹ്മണ്യേട്ടനും നമ്മളെ കാത്തു നിൽക്കുവാണ്. നമ്മൾ ഈ ഇലക്ഷൻ റാലിയിലൊക്കെ പെട്ടതുകൊണ്ട് കുറച്ച് ലേറ്റായി. എന്തൊക്കെ കൃഷി ഉണ്ടോ ഇപ്പോ? ഇവർക്ക് അറിയില്ല. കൈക്കൊള്ളു നോക്കട്ടെ. ചെക്കനുണ്ട് നമ്മളെ സുബ്രഹ്മണ്യേട്ടനോട് വർത്താനൊക്കെ പറഞ്ഞ് നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ ജയരാമൻ്റെ മടയിലേക്ക്. കുറച്ച് നടക്കണം. അജ്മലെല്ലാം തലയിലൊക്കെ എടുത്തിട്ടാണ് പോണത്. നമ്മൾ സാധനങ്ങൾ ഓരോന്നായി കൊണ്ടുവന്ന് ചെയറും ടേബിളും ഗ്യാസും ബെഡും ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈപ്പൻ ആരോടും പറയാതെ ഒരു പോക്കാണ്. പിന്നെ കാണുന്നത് ഏറുമാടത്തിൻ്റെ പകുതിക്കാണ്. ഞാനൊന്ന് പേടിച്ചെങ്കിലും അവൻ ഈസിയായി കയറി. കുറച്ചും കൂടി മേലെ കയറടാ. ഈപ്പൻ സേഫായിട്ട് ഏറുമാടത്തിലെത്തിയതിന് ശേഷം താഴെ നമ്മൾ കുക്കിങ്ങിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും തേങ്ങയൊക്കെ റെഡിയാക്കി എല്ലാം ഒരു സ്ഥലത്ത് എടുത്തു വെച്ച് ഗ്യാസും സെറ്റ് ചെയ്ത് ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ച് നമ്മൾ മെല്ലെ നാളത്തേക്കുള്ള മീനിന് വലയിടാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് ഇറങ്ങി. വലയൊക്കെ ഇട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഇരുടായി. ആദ്യം തന്നെ ഈപ്പനുള്ള ചിക്കൻ റെഡിയാക്കണം. മസാലകൾ കണ്ട് പേടിക്കണ്ട. നോർമലി വണ്ടിയിൽ അത്യാവശ്യത്തിനുള്ളത് ഉണ്ടാവും. ഇന്ന് നോക്കുമ്പോൾ എല്ലാം തീർന്നു പോയി. ഫ്രണ്ടിൻ്റെ കമ്പനി ആയതുകൊണ്ട് അവനോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവനൊരു ലോഡ് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചു. അത് പൊളിച്ചു മാറ്റി വെക്കാനൊന്നും നിന്നില്ല. നേരെ എല്ലാം ഇങ്ങോട്ടെടുത്തു. ഞവറ എന്ന് പറയുന്നതാണ് ബ്രാൻഡ്. ഈടെ തണുപ്പധികമായതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടായി. അതൊന്ന് ചൂടാക്കി അതിൽ നിന്ന് ലേശം വെളിച്ചെണ്ണ എടുത്ത് നമ്മളെ ചിക്കനിലൊഴിച്ച് അത് നമ്മളെ മസാലയൊക്കെ കൂട്ടി മിക്സാക്കി ഒരമണിക്കൂറോളം അത് മസാല പിടിക്കാൻ വേണ്ടി വെച്ചു. ആ സമയത്ത് കുക്കറിൽ പോർക്കെടുത്ത് ലേശം മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് അതും വേവിക്കാൻ വേണ്ടി വെച്ചു. ഇനി ഇത് വേവുന്ന സമയത്താണ് നമ്മുടെ നാട്ടുകാര്യം പറയുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ മീൻ പിടിക്കാൻ പോയില്ലേ പുഴയിൽ, ഈപ്പനോ അജ്മലൊക്കെ പോയില്ലേ. ഇതുണ്ട് ഈ കെട്ടിയിട്ടുണ്ടോ ഇവിടെ. ഇത് നീ രാവിലെ നോക്കിയാൽ കാണും. കുപ്പികൾ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ വണ്ടീൻ്റെ മുമ്പിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വയറിൻ്റെ അകത്ത്. അതിനെന്ന് വെച്ചാൽ ആനയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് വരുമ്പോൾ ഇതിന് തട്ടി സൗണ്ട് ആവൂലേ. കുപ്പികൾ നമ്മൾ കൂട്ടിയടിക്കൂലേ ഇത് തട്ടുമ്പോൾ. അപ്പോൾ ആ സൗണ്ട് ആവാൻ വേണ്ടിയിട്ടാണ് ആ സാധനം കെട്ടിയിട്ട്. സൗണ്ട് ആകുമ്പോൾ അവർക്ക് അറിയാം ഇതേപോലത്തെ എന്തെങ്കിലും ആനിമൽ വരുന്നുണ്ട് എന്നുള്ളത്. അതാ കുപ്പിക്കണ്ടോ ഇപ്പം കാണിച്ചത്. നാട്ടുകാര്യങ്ങൾ പറയേണ്ടത് നാട്ടുകാരാണല്ലോ. അതിന് നമുക്ക് ബാബു ഉണ്ട്. ആക്ച്വലി എന്താ ചെയ്യുക ഈ ജോലിയൊക്കെ എന്താ ചെയ്യുക? കൂലിപ്പണിക്ക്. എന്തൊക്കെയോ പണിയെടുക്കുന്നത്? എന്ത് പണികൾ നോർമലി ഈ ഭാഗത്തൊക്കെ ആന സ്ഥിരം വരുന്നത്? എന്തൊക്കെ വരും? എന്തൊക്കെ ഇതില് മിനിഞ്ഞാന്നത് ഇവിടെ വരെ പുലി വന്നില്ല. ഇവിടെ ജയറാമട്ടൻ്റെ ഫ്രണ്ട്സുകൾ കുറച്ച് പേര് വന്നപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരു 8-9 മണി സമയത്ത് പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ വഴിക്ക് വന്നില്ലേ, ആ വഴിൻ്റെ അവിടെ ഉണ്ട് കടുവ. കുക്കർ 4 വിസിൽ വന്നപ്പോൾ അതുമല്ല ഗ്യാസിൽ നിന്ന് മാറ്റി ഈപ്പൻ്റെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങി. ചിക്കൻ ഫ്രൈ ഈപ്പനുള്ളതായതുകൊണ്ട് ഗ്യാസൊക്കെ അവൻ തന്നെ ഓഫാക്കി തന്നു. ഗുഡ് ബോയ്. ചിക്കൻ സെറ്റായതിനു ശേഷം മെല്ലെ കുക്കർ തുറന്ന് പോർക്കിൻ്റെ വേവൊക്കെ നോക്കി അത് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കടന്നു. ഈ കാണുന്ന ഉള്ളി ഒന്ന് വെന്ത് കിട്ടാനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുക. ബാക്കിയൊക്കെ പെട്ടെന്ന് തീരും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞവരയുടെ മസാലക്കൂട്ടുകൾ. മഞ്ഞപ്പൊടിയും ഗരം മസാലയും കാശ്മീരി ചില്ലിയും മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയൊക്കെ മാറ്റി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കിത് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മളെ ഫ്രണ്ട് അവരെ സ്വന്തം കമ്പനിയിൽ ഉണ്ടാക്കി. നമ്മളെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ സ്വന്തം കമ്പനി എന്ന് വേണേൽ പറഞ്ഞു ഞങ്ങൾ ഞവറ.
ഇതിൻ്റെ വെള്ളം ഉള്ളി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പോർക്കിടാം. നമ്മൾ അരിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സ്റ്റോക്കോടെ തന്നെയാണ് പോർക്ക് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ സ്റ്റോക്ക് മാറ്റാത്തത് കൊണ്ട് തന്നെ ഇതൊന്ന് വറ്റി വരാൻ കുറച്ചധികം സമയമെടുത്തു. എല്ലാം ഒന്ന് റെഡിയാക്കുമ്പോഴേക്ക് ടേസ്റ്റ് നോക്കാൻ അജ്മലെത്തി. പോർക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അജ്മൽ നേരെ പോയത് ചപ്പാത്തിയും ചിക്കനും കഴിച്ചുകൊണ്ടുണ്ടായിരുന്ന ഈപ്പൻ്റെ അടുത്തേക്കാണ്. ഈപ്പന് വേണ്ടി ഉണ്ടാക്കിയ ചിക്കൻ്റെ പകുതിയിലധികം കഴിച്ചത് അജ്മലാണത്ര. ജയറാമിന്റെ കുറച്ച് സുഹൃത്തുക്കളും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മെല്ലെ സ്ലീപ്പിംഗ് ബാഗും തലയണയൊക്കെ എടുത്ത് ഏറുമാടത്തിലേക്ക്. ഇവർ ഈ ഏറുമാട് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മുളങ്കൂട്ടത്തിൻ്റെ മേലെയാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഈ മുളങ്കമ്പിൻ്റെ ഇടയിലൂടെ മേലെ കയറി പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. പക്ഷെ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് കയറിയേ നിവൃത്തിയുള്ളൂ. അങ്ങനെ എങ്ങനെയൊക്കെ കൂടി മേലെ എത്തി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബെഡ്റൂം സെറ്റപ്പ്. ഒരു 5-6 പേർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങാം. കയറിയപ്പോഴേ നല്ല തണുപ്പുണ്ട്. ഇപ്പം മെല്ലെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക് കയറി. തലവന്തിച്ച് കിടന്നോ. നല്ല ഭക്ഷണം കഴിച്ച് തേർമടത്തിൽ കയറി. എന്നിട്ട് നല്ല തണുപ്പുണ്ട്. ഉറങ്ങാൻ വന്ന രാവിലെ കാണാം. രാവിലെ ഞാൻ എണീക്കുമ്പോൾ അജ്മലും ഈപ്പനും നല്ല ഉറക്കാണ്. ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ കുറച്ച് മേലെയുള്ളൊരു വീട്ടിലേക്ക് പോകണം. ഞാൻ അവിടെ പോയി ഫ്രഷായി തിരിച്ചു വരുമ്പോഴേക്ക് ആഷിറും ഈപ്പനും താഴെ ഇറങ്ങി. എല്ലാവരും എണീറ്റ് ഫ്രഷായി കഴിഞ്ഞ് നേരെ പുഴയിലേക്ക്. ആദ്യം ഇന്നലെ ഇട്ട വലയെടുക്കണം, വല്ല മീനും തടഞ്ഞോ നോക്കണം. അതിനുശേഷം ഒരു കുളി. ബാബു വലയെടുക്കാൻ വേണ്ടി പുഴയിലേക്ക് ഇറങ്ങി. കാര്യമായിട്ടൊന്നുമില്ല, 4-5 ചെറിയ ചെറിയ മീനുകൾ മാത്രമേ ഉള്ളൂ. ഒരു വലുതുണ്ട്. ഈപ്പന് സന്തോഷം. അതെന്ത് മീനാ? മത്തിയോ? പല്ലൊക്കെ തേച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലൊരു കുളി. നമ്മൾ കുളിക്കുന്ന സമയത്ത് ജയരാമനും ബാബുവും കൂടി മീൻ വൃത്തിയാക്കുകയാണ്.
വൃത്തിയാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആംബിയൻസ് ഒന്ന് കാണിച്ചു തരാം. കുളിച്ച് ഫ്രഷായി തിരിച്ചു വന്ന് മീനൊക്കെ നല്ല മസാലയിട്ട് ഫ്രൈ ചെയ്ത് കടയിൽ നിന്ന് വാങ്ങിയ പൊറോട്ടയും ദോശയും ചേർന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് സാധനങ്ങളൊക്കെ വണ്ടീൻ്റെ ഡിക്കിയിൽ അടുക്കി പോകാൻ റെഡിയായി. അപ്പോൾ നമ്മളെ യാത്രകൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന എല്ലാ സാധനവും പാക്ക് ചെയ്തിട്ടുണ്ട്. ജയരാമ വരുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം കൊണ്ടുവന്ന് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ വയനാട്ടിലെ ഒരു വീക്കെൻഡ് ഗെറ്റവേ കഴിഞ്ഞ് ഇനി നേരെ നാട്ടിലേക്ക്. ജയരാമൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, അവരോടൊക്കെ യാത്ര പറയണം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഞാൻ പോയി അവരോട് ടാറ്റ പറയട്ടെ.